IMDbയിൽ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ 9.7 റേറ്റിംഗ് കിട്ടുന്ന ഒരു ആനിമെ. അതിന്റെ ക്രിയേറ്റേഴ്സ് തന്നെ തുടക്കത്തിലെ വാർണിംഗ് തരുന്നു. അപ്പോൾ ഈ ഒരു ആനിമെ ഗ്രേവ്യാർഡ് ഓഫ് ഫയർഫ്ലൈസിനേക്കാൾ ട്രോമാറ്റിക് ആയിരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? യെസ്, ടക്കോപ്പി ഒറിജിനൽ സിൻസ് അതുപോലെ ഒരു ആനിമയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തുടങ്ങുന്ന ഒരു ആനിമെ. അതിൻ്റെ ആർട്ട് സ്റ്റൈൽ, വോയിസ് ആക്ടിങ്, മ്യൂസിക് എല്ലാം ഒരു ഹാപ്പി വൈബ് തരുന്നതായിരുന്നു. കാണുന്ന ആരും എന്ത് രസമാണെന്ന് പറഞ്ഞു പോകും. പക്ഷേ ഇതെല്ലാം ആദ്യ എപ്പിസോഡിൻ്റെ ഒരു 15 മിനിറ്റ് വരെ മാത്രമായിരിക്കും. എല്ലായിടത്തും ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഹാപ്പി എന്ന പ്ലാനറ്റിൽ നിന്നും ഇറങ്ങിത്തിരിക്കുന്ന ടക്കോപ്പി എന്ന നമ്മുടെ ഏലിയൻ അങ്ങനെ ഒട്ടും തന്നെ ചിരിക്കാത്ത ഒരു സാഡായിട്ടുള്ള ഷിസുക എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ഷിസുക ഈ ഒരു ക്യാരക്ടർ നിങ്ങളെ 100% ഇമോഷണലി ഡൗൺ ആക്കും. ഷിസുക എന്ന ഈ ഒരു പെൺകുട്ടിക്ക് ആ ഒരു വേൾഡിൽ ആകെ കൂട്ടിനുള്ളത് ചാപ്പി എന്ന് പറഞ്ഞ അവളുടെ ഒരു പെറ്റ് ഡോഗാണ്. അങ്ങനെ ടക്കോപ്പി ഷിസുക്കയെ കണ്ടുപിടിക്കുമ്പോൾ പലതരത്തിലും അവളെ ഹാപ്പി ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അതൊന്നും നടക്കുന്നില്ല. മറിച്ച് ഓരോ ദിവസവും ഷിസുക്കയെ കാണുമ്പോൾ പല പല ട്രിക്സ് എല്ലാം യൂസ് ചെയ്യുന്നു. പക്ഷേ പരിക്ക് പറ്റിയ രീതിയിലോ അല്ലെങ്കിൽ വളരെ സാഡായ രീതിയിലോ ആയിരിക്കും ഷിസുക്കയെ ഓരോ ദിവസവും നമുക്ക് കാണാൻ പറ്റുന്നത്. തുടർന്ന് ഷിസുക്കയെ ഹാപ്പി ആക്കാനും തുടർന്ന് അവൾക്ക് എന്താണ് പറ്റുന്നത് എന്നറിയാനും ഒക്കെ ഉള്ളൊരു ആകാംക്ഷ നമുക്കുണ്ടാക്കും. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ടക്കോപ്പി എന്ന് പറഞ്ഞ ഈ ഒരു ഏലിയനും പോകുന്നത്. ഞാനിപ്പോഴേ പറയുന്നു, ഇത് കുറച്ച് ട്രിഗറിങ് ആണ്. ഇതിലെ ആർട്ട് സ്റ്റൈൽ കണ്ടാൽ കാണാതിരിക്കാൻ തോന്നില്ല, അത്ര ഭംഗിയുണ്ടെന്ന് പറയാം. ഈ ഒരു രീതിയിൽ ഇപ്പോൾ ആനിമേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒയാസമി പുൻപുൻ കൂടെ ഒന്ന് ഇറക്കുമായിരുന്നെങ്കിൽ ഏറ്റവും നല്ല ബെറ്റർ ആയിരുന്നു. കാരണം വളരെ അതിന് അനുയോജ്യമായ ഒരു ആർട്ട് സ്റ്റൈലും വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിവേ ഇതൊരു വോർത്തി ഷോ ആണ്, ചുമ്മാ അണ്ടർ റേറ്റഡ് ആയി പോവേണ്ട ഒരു ഐറ്റം അല്ല. സോ എല്ലാവരും കണ്ടു നോക്കുക. ഫസ്റ്റ് എപ്പിസോഡാണ് ഇറങ്ങിയിട്ടുള്ളൂ, അതും 35 മിനിറ്റാണ് ആ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക.